മക്കളെ, ഇന്ന് നമുക്ക് ബാരിഷ് കെ ബാദ് എന്ന കഥയില് അതിലുള്ള ആ ചാപ്റ്ററിലുള്ള എല്ലാ മീനിങ്ങും നമുക്ക് പഠിക്കാം. ബാരിഷ് കെ ബാദ് എന്ന കനകശശി എഴുതിയ കഥ നമ്മൾ ക്ലാസ് എടുത്തതാണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. 2 പാർട്ടായിട്ട് എടുത്തിട്ടുണ്ട്. 2 പാർട്ടും കാണുക. ഇനി നമുക്കിതിലുള്ള എല്ലാ മീനിങ്ങും ആണ് പറയാൻ പോകുന്നത്. ബാരിഷ് മഴ, ബാദ് ശേഷം, ദുല കഴുകി, നയ പുതിയത്, അമൽത്താസ് കണിക്കൊന്ന, ഗീലി നനഞ്ഞ, മിട്ടി മണ്ണ്, പീല മഞ്ഞ, ഗാസ് പുല്ല്, നോക്ക് അഗ്രം, ടെഹരി തങ്ങി നിൽക്കുന്ന, ഫിസൽന വഴുതുക, അകല അടുത്ത, പഹലെ ആദ്യം, സരൂരി അത്യാവശ്യം, കാം ജോലി, നിബട്ടാന നിറവേറ്റുക, ചില്ലപോം ബഹളമുണ്ടാക്കിക്കൊണ്ട്, ഹവ കാറ്റ്, അടുക്കി കുരുങ്ങിക്കിടക്കുന്ന, ബൂന്തേം തുള്ളികൾ, ചെഹര മുഖം, നാല നദി. നാല പറഞ്ഞ നദി, തോടാണ് കേട്ടോ ശരിക്കുള്ള അർത്ഥം. നാല തോട്. ഗഡ നിൽക്കുക, ഗുഡ്ന കാൽമുട്ട്, ചൂന തൊടുക സ്പർശിക്കുക, നാവ് തോണി, ജബർദസ്തി നിർബന്ധിച്ച് കുറച്ച് ജീവികളെ ഈ ഗുഡലിയും ഗുഡുവും കൂടെ അവരുണ്ടാക്കിയ ലീഫ് ബോട്ടിൽ കയറ്റുന്നുണ്ടല്ലോ. ആരെയൊക്കെയാണ് കയറ്റുന്നത്? ചീംട്ടി, മേണ്ടക്ക്, പിന്നെ കേഞ്ചുവ, അവരൊക്കെ കയറ്റുന്നില്ലേ. ചീംട്ടി എന്ന് പറഞ്ഞാല് ഉറുമ്പ്. രഹിനെ വാല താമസിക്കുന്ന, ജീവിക്കുന്ന. കേഞ്ചുവ മണ്ണിര. മേണ്ടക്ക് തവള. ചടാന കയറ്റുക, പക്കടന പിടിക്കുക, ആസാൻ ലളിതമായിട്ടുള്ള എളുപ്പം, ബാർ നിരന്തരം ആവർത്തിച്ച്, കോശിഷ് ശ്രമിക്കുക, കോശിഷ് കർണ പരിശ്രമിക്കുക, ഉച്ചൽന ചാടുക, കൂതന ഫുദക്കന പറഞ്ഞാല് ചാടി നടക്കുക. ഫുദക്കന ചാടി നടക്കുക. തവളയെ പിടിക്കാൻ വേണ്ടി നമ്മുടെ ഈ കഥയിലുള്ള കഥാപാത്രമായിട്ടുള്ള ഗുഡു തവളയെ പോലെ തവളേന്റെ കൂടെ ചാടി നടക്കുന്നത് കണ്ടിട്ട് ഗുഡലി, അതിലുള്ള മറ്റൊരു കഥാപാത്രമാണ് ആര്? ഗുഡലി ചിരിക്കുന്നു. നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചതാണല്ലേ. അപ്പൊ ഫുദക്കന പറഞ്ഞാൽ ചാടി നടക്കുക. ഹസ്ന ചിരിക്കുക. ഹാമി സമ്മതം. ഹാമി എന്ന് പറഞ്ഞാല് സമ്മതം. ഗിന എണ്ണുക. 1 2 3 എന്ന് എണ്ണിയിട്ടാണ് അവര് ബോട്ട് വെള്ളത്തിലൂടെ തള്ളിവിടുന്നത് അല്ലേ. അപ്പോ ഗിന എന്ന് പറഞ്ഞാൽ എണ്ണ. ഹിൽക്കോലെ ഗാത്തെ ഹിച്ച്കോലെ ഗാത്തെ. ഹിച്ച്കോലെ ഗാത്തെ എന്ന് പറഞ്ഞാല് കുലുങ്ങി, അതായത് ഓളം തള്ളൂലേ വെള്ളത്തിന്. തവള എടുത്ത് ചാടി വെള്ളത്തിലേക്ക്, അപ്പോ വെള്ളത്തിൽ ഓളം ഉണ്ടാവും. ആ ഓളത്തിൽ കുലുങ്ങ. ഹിച്ച്കോലെ ഗാത്തെ എന്ന് പറഞ്ഞാല് കുലുങ്ങി. സാസ് ദാമേ ശ്വാസമടക്കി. സാസ് ദാമേ എന്ന് പറഞ്ഞാല് ശ്വാസമടക്കി. സവാരോ യാത്രക്കാർ. ഗുഷ് സന്തോഷം. ഗുഷ് എന്ന് പറഞ്ഞാല് സന്തോഷം. തൈർക്കർ നീന്തിയിട്ട്. തൈർന നീന്തുക. തൈർക്കർ നീന്തിയിട്ട്.
ടെഹനി ശാഖ, ചില്ല, മരത്തിന്റെ കൊമ്പിനെയാണ് ടെഹനി എന്ന് പറയുന്നത്. കോസം കെ പേട്, കോസം ട്രീ. കോസം കെ പേട്, കോസം ട്രീ. ഉൽട്ടി ബഹത്തി, മറിഞ്ഞ് ഒഴുകുന്ന. അതായത് അവരുണ്ടാക്കിയ ലീഫ് ബോട്ട് വെള്ളത്തിൽ മറിഞ്ഞു, പിന്നെ അത് മറിഞ്ഞിട്ടാണ് ഒഴുകണത്. അപ്പം മറിഞ്ഞ് ഒഴുകുന്ന, ഉൽട്ടി ബഹത്തി, മറിഞ്ഞ് ഒഴുകുന്ന. പീച്ചെ, പിൻവശം, പീച്ചെ. നീച്ചെ, താഴെ, നീച്ചെ. ഇവിടെ ഞാ എന്നാണ് കേട്ടോ, അവിടെ അക്ഷരം തെറ്റിയിട്ടാണ്, അത് തായായിട്ടാണ് വന്നത്. നീച്ചെ എന്നാണ്, നീച്ചെ. നീച്ചെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നോക്കണം. നീച്ചെ, താഴേക്ക്. അതായത് ഇതിൽ പറയുന്നത് കേഞ്ചുവ, മണ്ണിര താഴേക്ക്, വെള്ളത്തിന് താഴേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. നീച്ചെ. കാലാമൂഹ്, കറുത്ത വായ. കാലാമൂഹ്, കറുത്ത വായ. ആഹിസ്തേ, പതുക്കെ. ആഹിസ്തേ, പതുക്കെ. ഉഠായ, എടുക്കുക. പത്തിയോം, ഇലകൾ. പത്ത എന്ന് പറഞ്ഞ ഇല, പത്തിയോം, ഇലകൾ. മൗസം, കാലാവസ്ഥ. മൗസം, കാലാവസ്ഥ. മാച്ചിസ് കി ഡിബി. മാച്ചിസ് കി ഡിബി എന്ന് പറഞ്ഞാല് തീപ്പെട്ടി, തീപ്പെട്ടി കൂടുണ്ടല്ലോ, അതിനെയാണ് മാച്ചിസ് കി ഡിബി എന്ന് പറയുന്നത്. സോച്ന, ചിന്തിക്കുക. സോച്ന, ചിന്തിക്കുക. ജഡ്, പെട്ടെന്ന്. ബാഗ്ദൗഡ്, തിടുക്കത്തിൽ. ബാഗ്ദൗഡ്, തിടുക്കത്തിൽ ഓടുക, അതായത് വെപ്രാളപ്പെട്ട് ഓടുക. ബാഗ്ദൗഡ്. ഫിസല, വഴുതുക. ഫിസല, ഫിസല പറഞ്ഞ വഴുതി. ഫിസല, വഴുതി. കീച്ചട്, ചെളി. കീച്ചട്, ചെളി. ഗിർന, താഴെ വീഴുക. ഗിർന, താഴെ വീഴുക. സരാബോർ. സരാബോർ എന്ന് പറഞ്ഞാൽ നന്നായി നനഞ്ഞ. സരാബോർ, നന്നായി നനഞ്ഞ. ഓക്കെ, എത്രയാണ് ഇതിലുള്ള മീനിങ്? എല്ലാവരും നന്നായിട്ട് നോക്കി പഠിക്കുക. 5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓരോന്നും എഴുതി പഠിക്കണം. 5 പ്രാവശ്യം തന്നെങ്കിലും മീനിങ്ങും വെച്ചിട്ട് എഴുതി പഠിക്കുക. ഓക്കെ.